മറ്റ് വാർത്തകളിലേക്ക് പോകുകയാണ്. കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരുക്കുന്നുവെന്ന ആരോപണത്തിനിടയിലും അനുവദിച്ച കേന്ദ്രവിഹിതം ചിലവഴിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ മെല്ലെപ്പോക്ക് തുടരുന്നു. പ്ലാനിംഗ് ബോർഡ് രേഖകൾ പ്രകാരം 2025-26 സാമ്പത്തിക വർഷം ഇതുവരെ ചിലവഴിച്ചത് അനുവദിച്ചതിന്റെ 36.58% മാത്രം. ജനം ബ്രേക്കിംഗ്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നു. ശാലിനി, ഈ സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക അച്ചടക്കമില്ലായ്മ പലപ്പോഴും വരുത്തുന്ന കെടുകാര്യസ്ഥത നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്തിനും ഏതിനും കേന്ദ്ര സർക്കാരിനെ പഴിപറയുന്ന ഒരു പതിവ് ശീലവും അവർക്കുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് സാമ്പത്തിക ഞെരുക്കം വരുന്നത് എന്നുള്ളതിൻ്റെ ഉദാഹരണമാകുകയാണ് കേന്ദ്രം അനുവദിക്കുന്ന തുക കൃത്യമായി ചിലവഴിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയാത്തത്. അതും സാമ്പത്തിക അച്ചടക്കമില്ലാത്തതിൻ്റെ ഒരു മികച്ച ഉദാഹരണം തന്നെയാണ്. മെല്ലെപ്പോക്ക് തുടരുന്നതാണ് ഇത്തരത്തിൽ പ്ലാനിംഗ് ബോർഡ് ഇത്തരത്തിൽ ഈ സാമ്പത്തിക വർഷം ഇതുവരെ ചിലവഴിച്ചത് അനുവദിച്ച തുകയുടെ 36% മാത്രമാണെന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത് പ്ലാനിംഗ് ബോർഡ് രേഖകൾ പ്രകാരമാണ് ഈ കണക്ക് പുറത്തു വന്നിരിക്കുന്നത്, അല്ലേ? രോഹിണി, തീർച്ചയായും. അതായത് സാമ്പത്തിക ബുദ്ധിമുട്ട് സംസ്ഥാനത്തിനുണ്ട് എന്നുള്ളതാണ് പല ഘട്ടങ്ങളിലും നമ്മൾ കേട്ടിട്ടുള്ളത്. സാമ്പത്തിക മാന്ദ്യമാണ്, സംസ്ഥാനത്ത് കടമെടുക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊക്കെ നമ്മൾ പല ഘട്ടങ്ങളിൽ കേട്ടിട്ടുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് സർക്കാരിന്റെ ആർഭാടവും ദൂർത്തും തന്നെയാണ് സംസ്ഥാനത്തെ വലിയ കടക്കടിയിലേക്ക് പല ഘട്ടങ്ങളിലും കൊണ്ട് എത്തിച്ചിട്ടുള്ളത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലയളവിന് സമാനമായി തന്നെയാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലയളവിലും അത്തരത്തിൽ സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനത്തെ വലയ്ക്കുകയും ചെയ്യുന്നത്. ഇനിയിപ്പോൾ 2.5 മാസം മാത്രമാണ് ഈ ഇടത് സർക്കാരിന്റെ കാലാവധി അവസാനിക്കാനായുള്ളത്. ആ സമയത്തും കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിലൂടെയാണ് സംസ്ഥാനം കടന്നു പോവുകയും ചെയ്യുന്നത്. പല പദ്ധതികളും പൂർത്തീകരണത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിനിടയിലാണ് കേന്ദ്ര സർക്കാർ കൃത്യമായ ഇടവേളകളിൽ പണം അനുവദിക്കുന്നില്ല, ഒപ്പം തന്നെ പദ്ധതി വിഹിത ഫണ്ടുകൾ പലതും തരുന്നില്ല. കേരളത്തെ സാമ്പത്തികമായി ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഒപ്പം തന്നെ കേരളത്തെ പരിഗണിക്കുന്നില്ല, മറ്റ് ചില സംസ്ഥാനങ്ങൾക്ക് മാത്രം പ്രത്യേക താല്പര്യം നൽകുന്നു എന്നൊക്കെയുള്ള ഒരു ഭാഗത്ത് CPM അഴിച്ചുവിടുന്ന ക്യാപ്സ്യൂളുകളും ചർച്ചകളും നടക്കുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൃത്യമായ ഫണ്ട് വിഹിതം അടക്കം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് കേരളത്തിലേക്ക് എത്തുമ്പോഴും അത് കാര്യമായ രീതിയിൽ വിനിയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനോടൊപ്പം ചേർത്ത് വെക്കേണ്ട സംസ്ഥാന വിഹിതം നൽകാതെ പദ്ധതികൾ പലതും പാതി വഴിയിലാകുന്നു, പദ്ധതികൾ പലതും നടത്താതെ പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇപ്പോൾ നമ്മൾ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ പ്ലാനിംഗ് ബോർഡ് പുറത്തുവിട്ടിട്ടുള്ള അവരുടെ കണക്കുകൾ, അവർ കഴിഞ്ഞ 5 വർഷത്തെ കണക്കുകൾ പരിശോധിച്ച് എന്തൊക്കെയാണ് സംസ്ഥാനത്ത് ഇനി നടപ്പിലാക്കേണ്ട പദ്ധതികൾ, അതിന്റെ ചെലവഴിച്ച തുകയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കണക്കുകൾ പുറത്തു വരുമ്പോൾ ഏകദേശം കണക്കുകൾ വലിയ രീതിയിൽ ഞെട്ടിപ്പിക്കുന്നതാണ്. അതായത് 2025-26 കാലയളവിൽ, അതായത് ആ സാമ്പത്തിക വർഷം 9153.71 കോടി രൂപയാണ് വിവിധ പദ്ധതികൾക്കായി കേന്ദ്ര സർക്കാരിന്റെ വിഹിതമായി കേരളത്തിന് നൽകിയത്, അല്ലെങ്കിൽ വകയിരുത്തിയത്. പക്ഷേ നടപ്പ് സാമ്പത്തിക വർഷമാകട്ടെ 2.5 മാസം ശേഷിക്കെ അതിൽ ചെലവാക്കിയത് 36% എന്നുള്ളതാണ്. ഇനിയിപ്പോൾ സംസ്ഥാന ബജറ്റ് അടക്കം ജനുവരി മാസം വരാനിരിക്കുകയാണ്. ആ സമയത്തും ഇത്തരത്തിൽ കേന്ദ്രം നൽകിയിട്ടുള്ള ഫണ്ട് കാര്യമായി വിനിയോഗിക്കാതെ കേന്ദ്രത്തിനെ പഴിചാരുന്ന സാഹചര്യമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അത് മാത്രമല്ല, പദ്ധതി ചെലവുകൾക്കായി വകയിരുത്തിയ 42,653.71 കോടിയിൽ ഇതുവരെ വിനിയോഗിച്ചതാകട്ടെ വെറും 36% എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. അത്തരത്തിൽ ഫണ്ടുകൾ വിനിയോഗിക്കാതെ ആർഭാടവും നൂർത്തും നടക്കി കേന്ദ്ര സർക്കാരിനെ പഴിചാരാനുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് ഇടത് സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രതിഷേധവും സമരവും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും സർക്കാരിന്റെ ഈ നടപടിക്കെതിരെ വിമർശനം ശക്തമാവുകയാണ്. രോഹിണി, ശരി ശാലിനി. കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരുക്കുന്നുവെന്ന ആരോപണത്തിനിടയിലും അനുവദിച്ച കേന്ദ്രവിഹിതം ചിലവഴിക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന്റെ മെല്ലെപ്പോക്ക് ഏത് രീതിയിൽ തുടരുന്നു എന്നുള്ളതാണ് ശാലിനി വിവരിച്ചത്.